തീപ്പക്ഷിയും രാജകുമാരനും. രാജാക്കന്മാരിൽ ഏറ്റവും സമ്പന്നനായിരുന്നു ബരന്തേ രാജ്യത്തെ രാജാവ്. ആ സമ്പത്തിനു കാരണം ഒരു സ്വർണ്ണ ആപ്പിൾ മരമായിരുന്നു. എൻ്റെ സ്വർണ്ണ ആപ്പിൾ മരം, ലോകത്തിൽ മറ്റാർക്കും ഇതില്ല. അങ്ങ് തീർച്ചയായും ഭാഗ്യവാനാണ്. ഉദ്യാനത്തിൽ രാത്രിയിൽ വീഴുന്ന ആപ്പിൾ എന്നും രാവിലെ ഒരു ഭൃത്യൻ രാജാവിനു കാഴ്ചവെക്കും. ഒരു ദിവസം, തിരുമനസേ, ഇന്നലെ രാത്രി സ്വർണ്ണ ആപ്പിൾ വീണിട്ടില്ല. ngേ, സ്വർണ്ണ ആപ്പിൾ ഒരു ദിവസവും വീഴാതിരിക്കില്ലല്ലോ, എന്തുപറ്റി? ആരവിടെ? ഇന്നു മുതൽ രാത്രി ഉദ്യാനത്തിന് കാവൽക്കാരുണ്ടാവണം. കൽപ്പന പോലെ. അന്നു മുതൽ ഭടന്മാർ രാത്രിയിൽ ഉദ്യാനത്തിന് കാവൽ നിന്നു. പക്ഷേ തിരുമനസേ, ഇന്നും സ്വർണ്ണ ആപ്പിൾ വീണിട്ടില്ല. മരത്തിൽ നിന്നും ആരോ അത് മോഷ്ടിച്ചിരിക്കുന്നു. ngേ, എന്തു വിഡ്ഢിത്തമാണീ പറയുന്നത്? ആ കാവൽക്കാർ രാത്രിയിൽ എന്തു ചെയ്യുകയായിരുന്നു? കാവൽക്കാരെ കൊണ്ടുവരൂ, ഇതിനവർ ശിക്ഷ അനുഭവിക്കും. ജോലിയിൽ വീഴ്ച വരുത്തിയ ഇവരുടെ തല വെട്ടണം, അല്ലേ മന്ത്രി? ngാ, അതെ. ngേ, അയ്യോ. രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് അവർ ഓടിയെത്തി. എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. ആ കാവൽക്കാർക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണം. അതെ അതെ. എന്നാൽ നല്ലവനായ ഇളയ മകൻ ഇവാന്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. അച്ഛാ, എന്നെങ്കിലും കള്ളൻ പിടിയിലാവും. അപ്പോൾ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ? അത് ഇല്ല. എങ്കിൽ അങ്ങ് ഇവരോട് അല്പം ദയ കാട്ടണം എന്നു ഞാൻ അപേക്ഷിക്കുന്നു. കോപമടങ്ങിയ രാജാവ് മകന്റെ ഉപദേശത്തിനു വഴങ്ങി. പക്ഷേ ആരാണ് ആ സ്വർണ്ണ ആപ്പിൾ മോഷ്ടിക്കുന്നത്? എൻ്റെ രാജ്യത്തിൻ്റെ സമൃദ്ധി നിലനിർത്തുന്നത് ആ സ്വർണ്ണ ആപ്പിളുകളാണ്. അവ ഇല്ലാതായാൽ രാജാവിന് ഊണും ഉറക്കവും ഇല്ലാതായി. എല്ലാവരും വിഷമത്തിലായി. അപ്പോൾ അച്ഛാ, അങ്ങ് ദുഃഖിക്കരുത്. ഇന്ന് രാത്രി മൂത്ത മകനായ ഞാൻ തോട്ടത്തിന് കാവൽ നിൽക്കും. നിന്റെ ഇഷ്ടം അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷേ സൂക്ഷിക്കണം. ശരി അച്ഛാ. അന്ന് രാത്രി സ്റ്റെഫാൻ തോട്ടത്തിൽ കാവൽ നിന്നു. എന്നാൽ ഹോ, എന്തൊരു തണുപ്പ്! പക്ഷേ ഞാൻ ഉറങ്ങില്ല. എന്നാൽ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഗുർർ ഗുർർ. നേരം പുലർന്നതും വീണ്ടും സ്വർണ്ണ ആപ്പിൾ മോഷണം പോയി. കള്ളനെ കിട്ടിയോ? ക്ഷമിക്കണം അച്ഛാ, ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. എന്നിട്ടും. അപ്പോൾ രണ്ടാമൻ ജോവാൻ മുന്നോട്ട് വന്നു. സാരമില്ല ജ്യേഷ്ഠാ, ഇന്നു രാത്രി ഞാൻ കാവൽ നിന്ന് കള്ളനെ പിടികൂടും. എന്നാൽ ആ രാത്രിയും സ്വർണ്ണ ആപ്പിൾ കാണാതായി. പിറ്റേന്ന്, അച്ഛാ, ജ്യേഷ്ഠന്മാരെ, എനിക്കു കൂടി ഒരവസരം തരൂ. ഇവാൻ, കൊള്ളാം. ഞങ്ങൾക്കു കഴിയാത്തത് ഇളയവനായ നിനക്കു കഴിയുമെന്നോ? ഏതായാലും നിങ്ങളുടെ ഊഴം കഴിഞ്ഞു. ഇനി ഇവാനും ശ്രമിക്കട്ടെ. അങ്ങനെ അന്നു രാത്രി ഇവാൻ സ്വർണ്ണ ആപ്പിളിന് കാവൽ നിന്നു. ഹോ, കൊടും തണുപ്പ്! കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ngാ, ഒരു സൂത്രമുണ്ട്. ഈ മഞ്ഞുവെള്ളത്തിൽ മുഖം കഴുകാം. നേരം പാതിരയായി. ngേ, എന്താണത്? അപ്പോൾ നീയാണ് കള്ളൻ അല്ലേ? പിന്നിലൂടെ ചെല്ലാം. കിട്ടിപ്പോയ്. ngേ, പോയല്ലോ. ഹാവൂ, ഒരു തൂവൽ മാത്രം കിട്ടി. ഇവാൻ രാജാവിൻ്റെ അടുത്തേക്കോടി. അച്ഛാ, ഇതാ. ngേ, സമർത്ഥൻ, നീ നാടിൻ്റെ മാനം രക്ഷിച്ചു. കള്ളൻ ആരെന്ന് അറിഞ്ഞല്ലോ. ഇനി പിടികൂടിയാൽ മാത്രം മതി. അതെ അച്ഛാ, മികച്ച കുതിരകളുമായി ഞങ്ങളിതാ പുറപ്പെടുന്നു. അങ്ങനെ അവർ തീപ്പക്ഷിയെ തേടി യാത്രയായി. അവർ നിർത്താതെ യാത്ര ചെയ്തു. ഒടുവിൽ ഒരു ഓക്കുമരത്തിനടുത്ത് വഴി 3ആയി തിരിഞ്ഞു. നമുക്ക് 3 വഴിക്ക് അന്വേഷിക്കാം. തീപ്പക്ഷിയെക്കുറിച്ച് അറിയുന്ന ആൾ ആദ്യം കൊട്ടാരത്തിലെത്തണം. അങ്ങനെയാവട്ടെ. ശരി. അങ്ങനെ അവർ വഴി പിരിഞ്ഞു. ഇവാൻ അതിവേഗം കുതിരയോടിച്ചു. പുഴകളും മലകളും കടന്നു. ഒടുവിൽ, ഹോ, എന്തൊരു ക്ഷീണം! ഈ മരച്ചുവട്ടിൽ അല്പം വിശ്രമിച്ചിട്ട് പോകാം. കുതിര ഇവിടെ മേയട്ടെ. ഉറങ്ങിപ്പോയ ഇവാൻ ഉണർന്നതും, ngേ, കുതിര എവിടെ? അടുത്തെവിടെയെങ്കിലും കാണുമായിരിക്കും. ഇവാൻ കുതിരയെ തേടി നടന്നു. ngേ, എന്താണിത്? കുതിരയില്ലാതെ ഞാനെങ്ങനെ മുന്നോട്ടു പോകും?
എന്തായാലും നടക്കുക തന്നെ. നടന്നു ക്ഷീണിച്ച ഇവാൻ ഒരിടത്തിരുന്നു. അപ്പോൾ "ngേ, ഒരു ഭയങ്കരൻ ചെന്നായ!" "പേടിക്കേണ്ട, ഞാൻ ശത്രുവല്ല. രാജകുമാര, എന്താണ് അങ്ങയുടെ ദുഃഖത്തിനു കാരണം?" "ഞാൻ എല്ലാം പറയാം." ഇവാൻ തൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. "കുതിര പോയ എനിക്ക് എങ്ങനെ തീപ്പക്ഷിയെ കണ്ടെത്താനാവും?" "വിഷമിക്കേണ്ട രാജകുമാര, കുതിരയെ തിന്നത് ഞാനാണ്. ക്ഷമിക്കുക. എൻ്റെ തെറ്റ് അങ്ങേക്ക് ഇത്ര വലിയ ദുഃഖം വരുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അങ്ങയെ സഹായിക്കാം." "നീ എന്നെ എങ്ങനെ സഹായിക്കും?" "കുതിരയ്ക്കു പകരം എൻ്റെ പുറത്തു കയറിക്കൊള്ളൂ. ലക്ഷ്യം നേടിത്തരാൻ എനിക്കു കഴിയും." "എങ്കിൽ അങ്ങനെ തന്നെ." 7 മലകൾക്കും 70 താഴ്വരകൾക്കും അപ്പുറത്തുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിലേതാണ് ആ തീപ്പക്ഷി. നാം അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് അങ്ങയുടെ കുതിരയുടെ 10 ഇരട്ടി വേഗമുണ്ട്." "സത്യം തന്നെ." അവർ അതിവേഗം കൊട്ടാരവാതിൽക്കൽ എത്തി. കാവൽക്കാർ നല്ല ഉറക്കമാണ്. ഗോപുരത്തിൻ്റെ ജനാലയ്ക്കലെ അറയിലാണ് തീപ്പക്ഷി. "ഓഹോ, എനിക്കു കാണാം." "പക്ഷിയെ പിടികൂടി കുപ്പായത്തിൽ ഒളിപ്പിക്കണം. കൂട് എടുക്കരുത്." "ശരി." ഇവാൻ പക്ഷിയെ പിടികൂടി വേഗം കുപ്പായത്തിൽ ഒളിപ്പിച്ചു. "ഇനി നിന്നെ വിടില്ല ഞാൻ." "ഹോ, എത്ര ഭംഗിയുള്ള കൂട്! ഇതെങ്ങനെ ഉപേക്ഷിക്കും?" ഇവാൻ കൂടെടുക്കാൻ ശ്രമിച്ചതും "നിം നോം നിം, കള്ളൻ, പിടിയവനെ, പിടിക്ക്, കൊല്ലവനെ." "അരുത്." "ആരാണു നീ?" "ബരന്തേ രാജാവിൻ്റെ മകൻ." ഇവാൻ സുഹാര രാജാവിൻ്റെ മുമ്പിൽ. "ബരന്തേ രാജാവിൻ്റെ മകൻ ഒരു കള്ളൻ? ഹഹ, ഞാനിക്കാര്യം ലോകം മുഴുവൻ അറിയിക്കും." "അയ്യോ, അരുതേ." "എങ്കിൽ നീ എനിക്ക് ഗുസ്ഹാൻ രാജാവിൻ്റെ സ്വർണക്കുഞ്ചിരോമമുള്ള കുതിരയെ കൊണ്ടുവന്നു തരണം." "ഞാൻ ശ്രമിക്കാം." ഇവാൻ നിരാശനായി മടങ്ങുമ്പോൾ അതാ ചെന്നായ. അവൻ ചെന്നായയോട് നടന്നതെല്ലാം പറഞ്ഞു. "നിങ്ങൾ എല്ലാം നശിപ്പിച്ചു. ആ കൂട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ?" "ക്ഷമിക്കൂ ചങ്ങാതി." "നല്ല ചങ്ങാതിമാർ ക്ഷമിക്കും, വീണ്ടും സഹായിക്കുകയും ചെയ്യും. വരൂ, സ്വർണക്കുഞ്ചിരോമമുള്ള കുതിരയെ കിട്ടുമോ എന്ന് നോക്കാം." "നിന്നെ കണ്ടതു ഭാഗ്യം." "ഹോ, എന്തൊരു വേഗം!" അതാണ് ഗുസ്ഹാൻ രാജാവിൻ്റെ കൊട്ടാരം. ഗംഭീരം. "ഇവാൻ, ഈ മതിൽ ചാടിയാൽ കുതിരലായത്തിലെത്താം." കാവൽക്കാർ ഉറക്കമാണ്. "ശരി, നിൽക്കൂ. അവിടെ സ്വർണവും രത്നങ്ങളും പതിച്ച ഒരു കടിഞ്ഞാൺ കാണും. അതെടുക്കരുത്. നെറ്റിയിൽ തലോടി 'വരൂ' എന്ന് വിളിച്ചാൽ കുതിര കൂടെ പോരും." "ശരി." ലായത്തിലെത്തിയ ഇവാൻ കടിഞ്ഞാൺ കണ്ടു. കുതിരയുടെ നെറ്റിയിൽ 3 തവണ തലോടിയ ശേഷം, "ഇത്ര മനോഹരമായ കടിഞ്ഞാൺ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഈ സുന്ദരൻ കുതിരയ്ക്ക് ഈ കടിഞ്ഞാൺ തന്നെ വേണം." ഇവാൻ കടിഞ്ഞാണിൽ തൊട്ടതും "നിം നോം നിം, കള്ളൻ, പിടിയവനെ." ഇവാൻ ഗുസ്ഹാൻ രാജാവിൻ്റെ മുന്നിലെത്തി. "നീയാണോ രാജാവിൻ്റെ മകൻ? കള്ളൻ! ഞാൻ നിന്നെ വെട്ടി നുറുക്കും." "അരുതേ, ഞാൻ കള്ളനല്ല. കള്ളനെ തേടി വന്നവനാണ്." "എങ്കിൽ ദൾമത് രാജാവിൻ്റെ മകൾ ലേനയെ കൊണ്ടുവന്ന് എനിക്കു തരൂ. കുതിര കൂടെ പോരും." "ഞാൻ ശ്രമിക്കാം." ഇവാൻ വീണ്ടും ചെന്നായയുടെ അടുത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. "കടിഞ്ഞാണിൽ തൊടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ?" "വിശ്വസ്തനായ സുഹൃത്തിനോട് വീണ്ടും വാക്കുതെറ്റിക്കുന്ന നിങ്ങൾ ജീവിക്കാൻ അർഹനല്ല." "അയ്യോ, അങ്ങനെ പറയരുത്. ഇത്തവണ കൂടി ക്ഷമിക്കൂ." "ശരി, എൻ്റെ പുറത്തു കയറിക്കൊള്ളൂ." അവർ അതിവേഗം ദൾമത് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. "കണ്ടോ, ആ തോഴിമാർക്കു നടുവിലിരിക്കുന്ന സുന്ദരിയാണ് ലേന രാജകുമാരി." "ഹോ, എന്തൊരു സൗന്ദര്യം! ഞാൻ ചെന്ന് ലേനയെ കൊണ്ടുവരാം." "വേണ്ട." 2 തവണ വാക്കു തെറ്റിച്ച സുഹൃത്തിനെ വീണ്ടും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്. "ഞാൻ പോകാം." "അയ്യോ ചെന്നായ, രക്ഷിക്കണേ! ഭടന്മാരെ വിളിക്കൂ, ഓടിക്കോ, കൊല്ലല്ലേ." "ഇല്ല, വേഗം എൻ്റെ പുറത്തു കയറിയാൽ നിനക്ക് ഒരപകടവും വരില്ല."
ലേന ഭയന്ന് ചെന്നായയുടെ പുറത്തു കയറി. പിന്നാലെ ഇവാനും ചെന്നായയുടെ പുറത്തു കയറി. ഈ സുന്ദരിയെ എങ്ങനെ ഗുസ്ഹാൻ രാജാവിനു കൊടുക്കും? സുന്ദരി, പേടിക്കല്ലേ, നിനക്ക് ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. ലേനയെ ഈ മരക്കുടിലിൽ ഒളിപ്പിക്കാം. എന്നിട്ട് ഞാൻ ലേനയായി രൂപം മാറാം. നിങ്ങൾ എന്നെ രാജാവിനു കൊടുത്ത് കുതിരയെയും കടിഞ്ഞാണും വാങ്ങണം. നീ ഒരു സൂത്രക്കാരൻ തന്നെ. പക്ഷേ നീ എങ്ങനെ ലേനയാവും? കണ്ടോളൂ. ചെന്നായ ഒന്നുരുണ്ടു നിവർന്നു. ഇപ്പോൾ എങ്ങനെ? ഹൗ, നീ ലേന തന്നെ. ഗുസ്ഹാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇതാ ദൽമത് രാജാവിന്റെ മകൾ ലേന രാജകുമാരി. കുതിരയും കടിഞ്ഞാണും തരൂ. ഇതാ, കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനെ ഇവാൻ രാജകുമാരിയുമായി കുതിരപ്പുറത്ത് കുതിച്ചു പാഞ്ഞു. കുറേ ദൂരം ചെന്നപ്പോൾ, ഹഹ, രാജാവിനെ പറ്റിച്ച് ഞാനിങ്ങു പോന്നു. ഹഹ, സൂത്രക്കാരൻ. വൈകാതെ, എന്താണ് മുഖത്ത് ദുഃഖം? തീപ്പക്ഷിയെ കിട്ടണമെങ്കിൽ ഈ ഭംഗിയുള്ള കുതിരയെ കൊടുക്കണമല്ലോ എന്നോർത്താ? വിഷമിക്കേണ്ട, ഞാൻ കുതിരയായി മാറാം. ചെന്നായ കുതിരയായി മാറി. രാജകുമാരിയെയും കുതിരയെയും മറ്റൊരു മരക്കുടിലിൽ ഒളിപ്പിച്ചിട്ട് അവർ സുഹാറോ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തി. ഇതാ സ്വർണക്കുഞ്ചിരോമമുള്ള കുതിര. തീപ്പക്ഷിയെയും കൂടും തരൂ. ഹായ് കുതിര, തീപ്പക്ഷിയെയും കൂടും കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനെ ഇവാൻ രാജകുമാരിയും കുതിരയും തീപ്പക്ഷിയുമായി യാത്രയായി. ഹഹ, കൊള്ളാം. അങ്ങനെ അവർ ബരന്തേ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. ഹോ, എന്തൊരു ക്ഷീണം! നമ്മുടെ രാജ്യമായി, ഇത്തിരി വിശ്രമിക്കാം. അപ്പോഴാണ് തീപ്പക്ഷിയെ തേടിപ്പോയ സ്റ്റെഫാനും ജോവാനും വെറും കൈയോടെ മടങ്ങി വന്നത്. നോക്ക്, ഇവാനല്ലേ ഉറങ്ങുന്നത്? തീപ്പക്ഷി, സുന്ദരി, കുതിര, ഇവനെ കൊന്നാൽ എല്ലാം നമുക്ക് സ്വന്തം. അതെ, ഇക്കാര്യം ആരും അറിയുകയുമില്ല. എങ്കിൽ വേഗം. ചെന്നായ ഓടി വരുമ്പോഴേക്കും, എൻ്റെ ചെങ്ങാതിക്ക് എന്തുപറ്റി? കുതിര എവിടെ? സുന്ദരി എവിടെ? ഞേ, വേറെ കുതിരക്കുളമ്പടയാളങ്ങൾ. ഓഹോ, ആദ്യം ഇദ്ദേഹത്തെ ജീവിപ്പിക്കണം. ചെന്നായ ഒറ്റച്ചാട്ടം. കിട്ടിപ്പോയ്. അയ്യോ, എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്, ഞാൻ എന്തു വേണമെങ്കിലും തരാം. എങ്കിൽ വേഗം ജീവജലമുള്ള തടാകത്തിൽ മുങ്ങിവരൂ. കാക്ക മടങ്ങി വന്നപ്പോൾ, ജീവജലം കുടഞ്ഞ് എൻ്റെ ചെങ്ങാതിയെ ജീവിപ്പിക്കൂ. ശരി, ങാ, അങ്ങനെ. ജീവജലം വീണതും, ഞേ, ഞാൻ ഒത്തിരി ഉറങ്ങിപ്പോയി. ഞേ, ലേനയെവിടെ? കുതിര എവിടെ? എല്ലാം പറയാം, വരൂ. വൈകാതെ അവർ സ്റ്റെഫാന്റെയും ജോവാന്റെയും ഒപ്പം എത്തി. സഹോദരനെ ചതിച്ചു കൊന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. അതാ അവർ. ലേന, നിനക്ക് ഒരു അപകടവും വരില്ല. രക്ഷിക്കണേ. അയ്യോ, ആ, എൻ്റെ സഹോദരന്മാർ മരിച്ചു. ആലോചിച്ചു നോക്കൂ, അവരാണോ സഹോദരന്മാർ? ചെങ്ങാതി, ഇനി ഞാൻ യാത്ര പറയുകയാണ്. ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർമ്മിച്ച് 3 തവണ കൈകൊട്ടണം. ഞാൻ എത്തിക്കൊള്ളാം. പിരിയാൻ വിഷമമുണ്ട്, പക്ഷേ. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി. നടന്നതെല്ലാം ബരന്തേ രാജാവിനെ അറിയിച്ചു. കഷ്ടം, എൻ്റെ ആൺമക്കൾ. ങാ, അവർ തെറ്റു ചെയ്തു, ശിക്ഷയും ലഭിച്ചു. എനിക്കും ദുഃഖമുണ്ടച്ഛാ, പക്ഷേ. അങ്ങനെ ഇവാൻ തീപ്പക്ഷിയെ കൊട്ടാരത്തിൽ തൂക്കിയിട്ടു. ലേന രാജകുമാരിയെ വിവാഹം കഴിച്ചു. സന്തോഷത്തോടെ ജീവിച്ചു. പിന്നൊരിക്കലും ആരും സ്വർണ്ണ ആപ്പിൾ മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ടില്ല. നോക്കൂ, തീപ്പക്ഷിയുടെ പ്രകാശം. അതെ, ഇനി ഈ കൊട്ടാരത്തിൽ ഒരിക്കലും ഇരുട്ട് കടന്നു വരില്ല.